അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂറത്ത് യാസീനിലെ 15 കോടിയ ആയത്തുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരമാവധി ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി ഭാഗത്തിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഖാലു അവർ പറഞ്ഞു, റബ്ബുനാ യഅലമു ഞങ്ങളുടെ റബ്ബ് അറിയുന്നവനാണ്, അറിയും. ഇന്നാ നിശ്ചയം ഞങ്ങൾ ഇലൈക്കും ലമുർസലൂൻ നിശ്ചയമായും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വമാ അലൈനാ ഞങ്ങളുടെ മേൽ യാതൊരു ബാധ്യതയുമില്ല. ഇല്ലൽ ബലാഗ് പ്രബോധനമല്ലാതെ, അൽ മുബീൻ വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും ലൈലം തൻതഹൂ ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം. ഖാലു അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും ഇന്നാ നിശ്ചയമായി ഞങ്ങൾ തതയ്യർനാ ബിക്കും നിങ്ങളെ കൊണ്ട് അവലക്ഷണത്തിലായിരിക്കുന്നു. ലൈലം തൻതഹു നിങ്ങൾ വിരമിക്കുന്നില്ല എങ്കിൽ ലനർജുമന്നക്കും നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും. വലിയ മസ്സന്നക്കും മിന്ന ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അദാബുൻ അലീം കഠിനമായ ശിക്ഷ. അവർ പറഞ്ഞു, നിങ്ങൾ കാരണമായി തീർച്ചയായും ഞങ്ങൾ അവലക്ഷണത്തിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിയുകയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ അനുഭവപ്പെടുകയും ചെയ്യും, തീർച്ച. ഖാലൂ ത്വാഇറുക്കും മഅക്കും ഐൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖാലു ആ ദൂതന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും നിങ്ങളുടെ അവലക്ഷണം നിങ്ങളോടൊപ്പം തന്നെയാണ്. ഐൻ ദുക്കിർത്തും നിങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ അങ്ങനെയല്ല, നിശ്ചയം നിങ്ങൾ അതിര് വിട്ട ഒരു ജനതയാണ്. ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ അവലക്ഷണം നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ ഉത്ബോധനം നൽകപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷേ നിങ്ങൾ അതിന് വിട്ട ഒരു ജനത തന്നെയാണ്. فجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. وجاء من أقصى المدينة رجل പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരു പുരുഷൻ വന്നു. യസ്ആ ഓടി വന്നു. കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ കൗമി ജനങ്ങളെ, എൻ്റെ ജനങ്ങളെ, ഇത്തബിയുൽ മുർസലീൻ നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടരണം.
ആ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരു പുരുഷൻ ഓടി വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിന്തുടരുക. നിങ്ങൾ പിൻപറ്റണം. മൻ ഒരുത്തനെ ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും അയാൾ ചോദിക്കുന്നില്ല. എത്തരത്തിൽ ബഹും, അവര് മുഹ്തദൂൻ, സന്മാർഗം പ്രാപിച്ചവരാണ്. അതായത് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാത്തവരെ നിങ്ങൾ പിന്തുടരുക, അവരാകട്ടെ സന്മാർഗം പ്രാപിച്ചവരുമാണ്. എനിക്കെന്ത് പറ്റി? എനിക്കെന്ത് ന്യായീകരണമാണുള്ളത്? ലാ അഅ്ബുദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ. വഇലൈഹി, അവനിലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടും. എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായീകരണമാണുള്ളത്? അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ യുരിദിനിർ റഹ്മാൻ ബിദുർരില്ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ വലാ യുൻകിദൂൻ. അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ, അവനല്ലാത്ത ആരെയെങ്കിലും ഞാൻ ദൈവങ്ങളായി സ്വീകരിക്കുകയോ? ഈ യുരിദിനി റഹ്മാനു ബിദുർരിൻ, റഹ്മാനായ അള്ളാഹു എനിക്ക് വല്ല വിഷമവും ഉദ്ദേശിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ, ലാ തുഗ്നി അന്നി, എന്നെ തൊട്ട് മതിയാവുകയില്ല, ശഫാഅത്തുഹും, ആ ഇലാഹുകളുടെ ശഫാഅത്ത്, ശൈഅൻ, ഒന്നിനും മതിയാവൂല. വലാ യുൻകിദൂൻ, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഈ ആയതിൻ്റെ ആശയം മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത്: അവന് പുറമെ മറ്റു വല്ല ഇലാഹുകളെയും ഞാൻ സ്വീകരിക്കുകയോ, കരുണാനിധിയായ അള്ളാഹു വല്ല വിഷമവും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഇലാഹുകളുടെ ശുപാർശ എനിക്കൊട്ടും പ്രയോജനപ്പെടുകയില്ല, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ, ഇനി നിശ്ചയം ഞാൻ, ഇതൻ അന്നേരത്ത്, ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരിക്കും. ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ, ഇനി നിശ്ചയമായും ഞാൻ, ആമൻതു ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു, ഫസ്മഊൻ, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണേ. തീർച്ചയായും നിങ്ങളുടെ നാഥനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊള്ളുക. ഖീലദ്ഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഖീല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന്. കാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലീ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതിനെക്കുറിച്ച്. വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ബഹുമാനികളിൽ ഉൾപ്പെടുത്തിയതിനെ പറ്റിയും എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര നന്നായിരുന്നു.
നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ആ, എൻ്റെ നാഥൻ എനിക്ക് പുറത്തു തന്നതിനെക്കുറിച്ചും എന്നെ മാന്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിതാ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും അപ്രകാരം വിശ്വസിക്കണം എന്ന് ആ സത്യവിശ്വാസിയായ മനുഷ്യൻ അവരെ ഉപദേശിക്കുകയാണ്. എന്നാൽ അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, പല മുഫസ്സിരിങ്ങളും പറയുന്നത് പോലെ അവർ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. മരണസമയത്ത് അള്ളാഹു അദ്ദേഹത്തെ സന്തോഷവാർത്ത അറിയിച്ചു, പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം തനിക്ക് കൈവന്നിരിക്കുന്നുവെന്ന് ആ മനുഷ്യന് മനസ്സിലായി. ആ മനുഷ്യൻ തൻ്റെ മരണസമയത്തും ആഗ്രഹിച്ചത് തനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം അറിഞ്ഞെങ്കിലും തൻ്റെ ജനത സത്യം സ്വീകരിച്ചെങ്കിൽ എന്നായിരുന്നു. ആ ജനതയാകട്ടെ ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാവുകയുമാണ് ഉണ്ടായത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സന്മാർഗത്തിൽ ചരിക്കുന്ന ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന, ഖുർആൻ വഴികാട്ടിയാവുന്ന സജ്ജനുകൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.